Hi DSK Platoon, this is me, your friend Selvakumar. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ 2 എന്നൊരു സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഇന്ത്യൻ 2 സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ ട്രെയിലർ ഇറങ്ങിയത് മുതൽ കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം, അതായത് 12-ാം തീയതി സിനിമ റിലീസാകുകയും റിലീസിംഗ് ഡേ തന്നെ സിനിമ തിയേറ്ററിൽ പോയി കാണുകയും ചെയ്തു. അപ്പോൾ സിനിമ കണ്ടിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സിനിമയെ ബന്ധപ്പെട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും അതിനു മുമ്പ് നമ്മുടെ SK പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അംഗമായിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു നോട്ടിഫിക്കേഷൻ ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് തരണം, ബിക്കോസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം, ചെയ്യല്ലേ? നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, മറക്കരുത്. അപ്പം എന്നാലും ഞാൻ ഈ സിനിമ കണ്ടിട്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കറിയാം, ഈ സിനിമയിൽ പ്രധാനമായിട്ട് റോൾ ചെയ്യുന്നത് കമൽഹാസനാണ്. അപ്പോൾ കമൽഹാസൻ്റെ കൂടെ സിദ്ധാർത്ഥ് മുന്ന, രാഹുൽ പ്രീത് സിംഗ്, പ്രിയ ഭവാനി ശങ്കർ തുടങ്ങിയ ആക്ടേഴ്സ് എല്ലാം ആക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ മരണപ്പെട്ടു പോയിട്ടുള്ള മലയാളത്തിന്റെ സ്വന്തം നെടുമുടി വേണു എന്ന് പറയപ്പെടുന്ന ഒരു കലാപ്രതിഭയും ഉണ്ട്. മാത്രമല്ല തമിഴിലെ വിവേക്, മനോബല തുടങ്ങിയ മരണപ്പെട്ടു പോയിട്ടുള്ള കലാകാരന്മാരും സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവരെല്ലാം തിരിച്ച് സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI എന്ന് പറയപ്പെടുന്ന ടെക്നോളജി മുഖേനയാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ശങ്കർ എന്ന് പറയപ്പെടുന്ന ഒരു വലിയൊരു ഡയറക്ടറാണ്. ശങ്കറിനെ കുറിച്ച് പ്രത്യേകിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം ഏവർക്കും അറിയാം. പിന്നെ ഈ സിനിമ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ്. അപ്പം അനിരുദ്ധിന്റെ മ്യൂസിക്കാണ് സിനിമയ്ക്കുള്ളത്. പിന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സുഭാസ്കരൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ AR റഹ്മാന്റെ പഴയ ഇന്ത്യൻ 2-ലെ ചില മ്യൂസിക്കുകളെല്ലാം ഈ സിനിമയിൽ നമുക്ക് ചില സീനുകളിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എനിക്ക് ഈ സിനിമയിൽ പ്രധാനമായിട്ടും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ കണ്ടന്റാണ്. നല്ലൊരു കണ്ടന്റാണ് ഉള്ളത്. കറപ്ഷൻ ഫ്രീ സിസ്റ്റം എന്നുള്ളതാണ്. എന്താണ് സിസ്റ്റം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ജനപ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അവരുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് സർവൻസും ഉണ്ട്. ഈ പബ്ലിക് സർവൻസ് പരീക്ഷ എഴുതിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ചെയ്തൊക്കെ ഈ സിസ്റ്റത്തിലേക്ക് അംഗമാകുന്നു. അപ്പോ ജനപ്രതിനിധികളും പബ്ലിക് സർവൻസും ചേർന്നിട്ടാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനങ്ങളും പബ്ലിക് സർവൻസും ജനപ്രതിനിധികളും ചേർന്നതാണ് സിസ്റ്റം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റത്തിലാണ് ആക്ച്വലി കറപ്ഷൻ സംഭവിക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ സിനിമയും ഇന്ത്യൻ 2 സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഉദ്യോഗസ്ഥർക്കിടയിലുള്ള കറപ്ഷനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, ഈ കറപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതിയാണ്. മലയാളത്തിൽ നമുക്ക് അങ്ങനെ പറയാം. അഴിമതി ആക്ച്വലി ഉദ്യോഗസ്ഥർക്കിടയിൽ, ഇപ്പൊ അത് ഉദ്യോഗസ്ഥരായാലും ജനപ്രതിനിധികൾക്കായാലും സർക്കാർ എന്ന നിലയിൽ അവർ ചെയ്യുന്ന സേവനത്തിന് പ്രതിഫലമായിട്ട് അവർക്ക് ഓരോ മാസത്തിലും സാലറി ആയിട്ട് അവർക്ക് വേണ്ട ആവശ്യമായ തുക ഒരു നിശ്ചിത എമൗണ്ടിൽ കൊടുക്കുന്നതാണ് ആക്ച്വലി. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് അവര് സേവനം എന്ന പേരിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പൈസ ഈടാക്കുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന സേനാപതി എന്ന ഇന്ത്യൻ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ ആദ്യം ഈ സിനിമയിൽ ഒരു 4 പേർ അവർ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരാണ്. യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കറപ്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവർക്ക് കഴിയാതെ വരുമ്പോൾ ഇന്ത്യൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് ഇവർ അറിയുന്നു. അപ്പോൾ അവര് ഇന്ത്യനെ തിരിച്ചു വിളിക്കണം, കറപ്ഷൻ ഫ്രീ ആക്കുന്നതിന് ഇന്ത്യൻ മാത്രമേ കഴിയുള്ളൂ എന്നൊരു തിരിച്ചറിവുണ്ടാകുകയും പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കംബാക്ക് ഇന്ത്യൻ എന്ന ഹാഷ്ടാഗിലൂടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ ഇന്ത്യൻ എന്ന് പറയുന്ന സേനാപതി ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആണ് ആക്ച്വലി. അങ്ങനെയാണ് സിനിമയിൽ കാണിക്കുന്നത്. ബട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്ത്യയിലേക്ക് വരികയും
പിന്നെ ഇന്ത്യയിൽ നടക്കുന്ന കറപ്ഷൻ ചെയ്യുന്ന ആൾക്കാരല്ല സേനാപതി, അത് ഇന്ത്യനെ ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പൊ ഇത് പിന്നീട് ഇവരുടെ ഫാമിലിയിലും ചില ലോസ് ഒക്കെ സംഭവിക്കുകയാണ് ഇത് മുഖേന. അപ്പോൾ ഇവര് അത് താങ്ങാനായിട്ട് സാധിക്കാതെ വരികയും അപ്പൊ ഇവർ ഗോ ബാക്ക് ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ വിട്ടു പോകാനായിട്ട് പറയുകയാണ്. പത്രത്തിലാണ് ഈ സിനിമയിൽ സ്റ്റോറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്കിടയിലാണോ നടക്കുന്നത് കൂടുതലായിട്ടും എന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. 1-2 ആൾക്കാർ മാത്രമാണ് ഈ ഇത്തരത്തിൽ കറപ്ഷൻ ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ തന്നെയാണ് ജനപ്രതിനിധികളിലും 1-2 ആൾക്കാർ കറപ്റ്റഡ് ആണ്. അപ്പോൾ ജനപ്രതിനിധികളും പബ്ലിക് സർവൻസിന്റെ ഇടയ്ക്ക് മാത്രമാണ് കറപ്ഷൻ സംഭവിക്കുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയും പറയാനായിട്ട് സാധിക്കില്ല. ജനങ്ങൾക്കിടയിലാണ് ആക്ച്വലി കറപ്ഷൻ ഉണ്ടാകുന്നത്. അതായത് അത് എല്ലാ മനുഷ്യരല്ല കേട്ടോ. 1-2 ചില ആൾക്കാർ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇനി അതിനു വേണ്ടി എത്ര പൈസ വന്നാലും പ്രശ്നമില്ല, എനിക്ക് ചെയ്തു തരണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അവരിൽ നിന്നാണ് ആക്ച്വലി കറപ്ഷൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാരും കറപ്റ്റഡ് ആകുന്നത്. അപ്പൊ അത് ജനങ്ങളുടെ ഇടയ്ക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു കൂട്ടമാണ്. പക്ഷെ ഉദ്യോഗസ്ഥർ കുറവായിരിക്കും. അപ്പൊ അത് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ജനപ്രതിനിധികളെ കൊണ്ടുവന്നിട്ട് നമുക്കില്ലാണ്ടാക്കാനൊക്കെ സാധിക്കും. പക്ഷെ ജനങ്ങൾ തന്നെ കറപ്റ്റഡ് ആകുമ്പോൾ നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമുക്ക് ഇന്ത്യയിൽ 1947 സ്വാതന്ത്ര്യം കിട്ടുകയും അതിനുശേഷം ഏകദേശം ഇതുവരെയായിട്ട് 76ഓളം വർഷങ്ങളാവുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ നമ്മുടെ ഇന്ത്യക്ക് പുതിയ നിയമങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ഭരണഘടനയുടെ കീഴിൽ ഉണ്ട്. ലോ ആൻഡ് ഓർഡേഴ്സ്, ഇത് നമ്മൾ എത്ര പേര് ഫോളോ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇതെല്ലാം തന്നെ നമുക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാരൊക്കെയാണ്. ഇപ്പൊ നമ്മൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എത്ര പേര് റോഡ് നിയമങ്ങൾ പാലിക്കുന്നുണ്ട്? ഇപ്പൊ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ റോഡിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഒക്കെ ധരിച്ച് വണ്ടി ഓടിക്കാറുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ തന്നെയാണ് സ്വയം പരിശോധിക്കേണ്ടത്. കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾ നമ്മൾ പാലിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഓഫീസിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളുണ്ട്. അതിലെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നീക്കേണ്ടത് ആയിട്ടൊക്കെ ഉണ്ട്. അത് ഓരോ പൗരനും എന്ന നിലയ്ക്ക് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പോയത് കൊണ്ട് മാത്രം വിദ്യാർത്ഥി ആകണമെന്നില്ല. ആ വിദ്യ അഭ്യസിക്കുമ്പോഴാണ് വിദ്യാർത്ഥി ആവുന്നത്. അതുപോലെ തന്നെയാണ് ഒരു പൗരൻ എന്ന് പറയുമ്പോൾ 18 വയസ്സ് മാത്രം കഴിഞ്ഞാൽ പോരാ. പൗരൻ രാജ്യത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും അറിയുമ്പോഴാണ് പൗരനാകുന്നത്. അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുമ്പോഴുമാണ് പൗരനാകുന്നത് എന്നൊരു തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടായാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ കറപ്ഷൻ എന്ന് പറയുന്ന സംഭവത്തിന് സ്ഥാനം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. ഈ സിനിമയിലും അത്തരത്തിലാണ് പറയുന്നത്. ഓരോ വീട്ടിലും കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെ എന്താ പറയാ, കറപ്ഷൻ ഫ്രീ ആക്കണം എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് അത് കാണേണ്ടത്. നമ്മൾ സ്വയം മാറുക, അല്ലാണ്ട് മാറ്റം ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ഈ സിനിമയിലും തരുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് എന്ന് പറയുന്നത്. എനിക്ക് ഈ സിനിമയിൽ 1-2 നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂണിവീൽ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ട്രീറ്റിൽ ഈ പോലീസിനെ കണ്ടിട്ട് ഈ സേനാപതി എന്ന് പറയുന്ന ക്യാരക്ടർ, അത് ഇന്ത്യൻ എന്ന വയസ്സായ ഒരു ക്യാരക്ടർ സ്പീഡിൽ പോകുന്ന മീൻസ് എസ്കേപ്പ് ആകുന്ന ഒരു സീൻ ഉണ്ടാവും. അപ്പൊ അതിൽ യൂണിവീൽ വണ്ടിനെ ചേസ് ചെയ്യാൻ കഴിയാത്ത മറ്റ് ബൈക്കും വാഹനങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ളൊരു ഇതാണ് തമാശയായിട്ട് തോന്നുന്നത്. കാരണം യൂണിവീലിന് അത്ര വലിയ സ്പീഡ് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം എന്തായാലും പേഴ്സണലായിട്ട് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം അതിന് അത്ര വലിയ സ്പീഡിൽ പോകാനൊക്കെ സാധിക്കുമെന്ന്. കാരണം അതൊരു ലോജിക് മിസ്സിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ മെട്രോ റെയിലിന്റെ അകത്ത് കൂടിയൊക്കെ യൂണിവീൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു വയസ്സനായിട്ടുള്ള ഇന്ത്യൻ പോകാനായിട്ടും തിരിച്ചു വരാനായിട്ടൊക്കെ സാധിക്കുമോ എന്നുള്ള കാര്യം സ്റ്റിൽ കൺഫ്യൂസിങ് ആണ്. കാരണം ഈ സിനിമയിൽ ഇന്ത്യന് വേണ്ടിയിട്ട് മാത്രം ഓപ്പൺ ചെയ്ത് വെച്ച പോലെയൊക്കെ ഒരു ഫീൽ നമുക്ക് തരുന്നതാണ്. പിന്നെ അത്തരത്തിലുള്ള 1-2 കാര്യങ്ങൾ ഒഴികെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ത്യൻ ഫസ്റ്റ് കണ്ടിട്ടുണ്ട്.
ഇന്ത്യൻ ഫസ്റ്റും ഇന്ത്യൻ ടൂവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി ഇന്ത്യൻ ഫസ്റ്റിനോടെയാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നത്. കാരണം അതിൽ അത്ര ഒരു നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ടൂവിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത്. കാരണം നമുക്കറിയാം ഇതിനേക്കാളും ഒന്നിനും കൊള്ളാത്ത സിനിമകളൊക്കെ സക്സസ് ആകുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ടു ഒരു ബെറ്റർ സിനിമയായിട്ടാണ് ഞാൻ പേഴ്സണലി നിങ്ങളോട് പറയുന്നത്. എന്തായാലും അത് ഓരോരുത്തരുടെ വ്യൂ ആണ്, ഓരോരുത്തരുടെ രീതിയാണ്. ഐ ജസ്റ്റ് ടോൾഡ് അബൌട്ട് മൈ വ്യൂ ആൻഡ് മൈ ഒപ്പീനിയൻ അബൌട്ട് ദ മൂവി. സോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. എന്തായാലും ഗൈസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.